ഹായ് ഫ്രണ്ട്സ്, വണ്ടി പിടിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കസ്റ്റമറുടെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ അകത്തും പുറത്തും എ സിയുടെ സ്മെല്ലുണ്ടെന്നാണ്. അപ്പോൾ എ സിയുടെ സ്മെല്ലിന് നമ്മൾ വാഹനത്തിൻ്റെ റിയറിൽ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് കണ്ടല്ലോ, ഇവിടെ ഓയിൽ വന്നിട്ടുണ്ട്. ഓയിൽ എന്ന് പറയുന്നത് എ സിയുടെ ഓയിലാണ്, കംപ്രസറിൻ്റെ ഓയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വാഹനത്തിൻ്റെ അകത്ത് പുറത്തും എ സിയുടെ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടൻ തന്നെ ഡാഷ്ബോർഡ് അയച്ചിട്ട് ഇവാപ്പറേറ്റർ മാറരുത്. കാരണം ഈ മോഡൽ വാഹനങ്ങൾക്ക് റിയറിലും എ സി വരുന്നുണ്ട്. അപ്പോൾ റിയറിൽ എ സി ഉള്ള വണ്ടികൾക്ക് കോമൺ ആയിട്ട് വരുന്നൊരു കംപ്ലയിൻ്റ് ആണ് ഇതിൻ്റെ റിയർ ഇവാപ്പറേറ്റർ ലീക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റിയർ ഇവാപ്പറേറ്റർ മാറുന്നതിന് നമുക്ക് ഈ സൈഡ് കവറും കാര്യങ്ങളൊക്കെ അയക്കണം. സൈഡ് കവറൊക്കെ അയച്ചതിന് ശേഷം നമ്മളത് ഫുൾ യൂണിറ്റ് ആയിട്ട് നമ്മളെടുത്ത് പുറത്ത് വെക്കുക. അപ്പോൾ പുറത്ത് വെച്ചതിന് ശേഷം നമ്മളിപ്പം സാധനം ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എക്സ്പെൻഷൻ വാളും നമ്മൾ കൂട്ടത്തിൽ മാറുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ റിയർ ഇവാപ്പറേറ്ററും അതേമാതിരി തന്നെ എക്സ്പെൻഷൻ വാളും മാത്രമേ നമ്മൾ മാറുന്നുള്ളൂ. ഇത് കണ്ടല്ലോ, ഇത് ഫുൾ ലീക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതേമാതിരി തന്നെ കസ്റ്റമറിൻ്റെ കംപ്ലയിൻറ്റ് വാഹനത്തിൻ്റെ അകത്തും എ സിയുടെ ബാഡ് സ്മെല്ലുണ്ട്, അതേമാതിരി തന്നെ വെളിയിലും സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ അതേമാതിരി തന്നെ എ സി കൂളിംഗ് ലെസ്സുമാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഫുൾ ലീക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടിനൊക്കെ ആയിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.